This is Karthikeyan and welcome back to my channel Karthikeyan Game 3. Guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാം ഏത് വർഷത്തിന് എൻഡിങ് ആകുമ്പോഴത്തേനും ഈ ടെക് യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണ്. നമ്മളെ ബെസ്റ്റ് ഓരോ കാറ്റഗറിയിലത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ്, പിന്നെ ഓവറോൾ ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ അത് തന്നെയാണ്. കുറച്ച് ലേറ്റ് ആയി പോയിടാ, സോറി. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലാണുള്ള വടകര. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ആദ്യത്തെ കാറ്റഗറി ബെസ്റ്റ് ബാറ്ററി ഫോൺ. ഗൈസ്, അപ്പോൾ ആ ബെസ്റ്റ് ബാറ്ററി ഫോണിൽ iPhone 16 Plus ഒരു നോമിനിയാണ്. പിന്നെ S24 Ultra ഉണ്ട്, Vivo S200 Pro, Redmagic 10 Pro, പിന്നെ Oppo Find X8 Pro. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ പറഞ്ഞ ഫോണിൽ എല്ലാത്തിനും 5000 എബോവ് mAh ബാറ്ററി ഉണ്ട്. പിന്നെ എല്ലാം നല്ല ഒപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ Redmagic ഒരു ഗെയിമിംഗ് ഫോണാണ്. ശരിക്കും അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ഫോൺ. പക്ഷെ ഗെയിമിംഗ് ഫോണാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ എല്ലാം നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ബാറ്ററി ഫോൺ വെച്ചാൽ iPhone 16 Plus കൊടുക്കായിരുന്നു. പക്ഷെ അവര് iPhone 15 Plus ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ഫോൺ. എല്ലാരും കണ്ടാണ് ബാറ്ററി ടെസ്റ്റിലൊക്കെ. പക്ഷെ എന്താ നമ്മള് എന്താ പറയാ, iPhone 16 Plus ഒരു ബാറ്ററി കുറച്ച് mAh അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് iPhone 16 Plus മാത്രം 5000 ഇല്ല, അതിന്റെ 4000 റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് വിന്നർ എന്ന് പറയുകയാണെങ്കിൽ S24 Ultra. ഞാൻ കുറെ ബാറ്ററി ടെസ്റ്റ് കണ്ടാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പോൾ S24 Ultra നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ബാറ്ററി. അപ്പോൾ S24 Ultra തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ബാറ്ററി ടെസ്റ്റില്. ബെസ്റ്റ് ബാറ്ററി ഫോൺ ഓഫ് 2024 വിന്നർ വെച്ചാല് S24 Ultra, സാംസങ് ഗാലക്സി S24 Ultra ആണ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ക്യാമറ ഫോൺ. അപ്പോൾ അതിനകത്ത് രണ്ട് കാറ്റഗറി ഉണ്ട്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, പിന്നെ ഓവറോൾ. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ iPhone 16 Pro, സാംസങ് ഗാലക്സി S24 Ultra, Vivo S200 Pro. അപ്പൊ ഈ 3 ഫോൺസ് ആണ് നോമിനീസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ ആയിരിക്കും എപ്പോഴും ബെസ്റ്റ് വീഡിയോഗ്രാഫിയിൽ. അപ്പൊ അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പൊ ബെസ്റ്റ് വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ iPhone 16 Pro ആണ് ബെസ്റ്റ് വീഡിയോഗ്രാഫി സ്മാർട്ട് ഫോൺ ഓഫ് 2024. അപ്പൊ ആ അവാർഡ് iPhone 16 Proക്കാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ Pixel 9 ഉണ്ട്, പിന്നെ Oppo Find X8 Pro, പിന്നെ Vivo X200 Pro, പിന്നെ Xiaomi 14 Ultra. എല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ Vivo X200 Pro കൊടുക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ Pixel 9 കുറെ ഫീച്ചേഴ്സ്, പിന്നെ പിക്സലിന്റെ Gcam അത് എന്തോ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അവർ ഫോട്ടോസ് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ പ്രാവശ്യം ബെസ്റ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ Pixel 9 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി സ്മാർട്ട് ഫോൺ ഓഫ് 2024 പോയിരിക്കുന്നത് Pixel 9 ആണ്. അടുത്ത ഓവറോൾ കാറ്റഗറി ഒക്കെ Xiaomi 14 Ultra ഉണ്ട്, പിന്നെ Vivo X200 Pro ഉണ്ട്, പിന്നെ എന്താ പറയാ ഇതുണ്ട് iPhone 16 Pro ഉണ്ട്, പിന്നെ സാംസങ് ഗാലക്സി S24 Ultra ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കുറെ റിവ്യൂസ് ഒക്കെ കണ്ട അനുസരിച്ച് ഞാൻ ഇപ്പൊ ഓവറോൾ കൊടുക്കുന്നത് Xiaomi 14 Ultra'ക്കാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ Xiaomi 14 Ultra ആണ് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഓവറോൾ ക്യാമറ ഫോൺ. ഗൈസ്, അപ്പോൾ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ. പറഞ്ഞ കാര്യമില്ല, കാരണം വെച്ചാല് ഇപ്പൊ കോമ്പാക്ട് സ്മാർട്ട് ഫോൺസ് അങ്ങനെ ഇറങ്ങാറില്ല. ഒന്നാമത് സെൻഫോൺ, അസ്യൂസിന്റെ സെൻഫോൺ അതവർ നിർത്തി, iPhone mini അതവർ നിർത്തി. ഇനി ആകെ ഉള്ളത് കുറച്ച് കോമ്പാക്ട് നോക്കുകയാണ് S24, Vivo S200 mini, പിന്നെ iPhone 16. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം സ്പെക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ S24 ആണ് വിന്നറിന് കൊടുക്കുന്നത്. അപ്പൊ ബെസ്റ്റ് കോമ്പാക്ട് സ്മാർട്ട് ഫോൺ ഓഫ് 2024 S24 ആണ്. പിന്നെ ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോൺ
ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോണിൽ കുറെ ഫോൺസ് ഉണ്ട്. എസ്പെഷ്യലി ഈ വർഷം കുറെ മിഡ് റേഞ്ച് ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. കുറെ ഐക്യൂന്റെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, കുറെ റിയൽമിന്റെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, കുറെ റെഡ്മിന്റെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അപ്പൊ ബെസ്റ്റ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ പറയുമ്പോൾ ഒരു 10,000 to 30,000 ആണ്. പ്രീമിയം മിഡ് റേഞ്ച് ഞാൻ കൂട്ടുന്നുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ IQ Neo 9 Pro, Poco C75, IQ Z9 Pro, Nothing Phone 2A, പിന്നെ Poco M7 Pro, പിന്നെ Poco F6, Realme GT6, പിന്നെ Realme P1 Pro, പിന്നെ കുറെ ഫോൺസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നോട്ട് C4 Lite, അങ്ങനെ കുറെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇതെല്ലാം കൂടെ വിന്നർ നോക്കുകയാണെങ്കിൽ വൺ ആൻഡ് ഓൺലി IQ Neo 9 Pro. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും പിന്നെ അത്യാവശ്യം 30,000 ഇറക്കിയതിനും പിന്നെ നല്ല ഡിസ്പ്ലേ നല്ല രീതിയിൽ പെർഫോമൻസും എല്ലാം വെച്ചുള്ള സ്മാർട്ട് ഫോൺ. അപ്പൊ ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോൺ ഓഫ് 2024 ഗോസ് ടു IQ Neo 9 Pro. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, Poco F6 ഒക്കെ അതിന് ഒപ്പം നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും അതിന്റെ വിന്നർ IQ Neo 9 Pro തന്നെയാണ്. അടുത്ത ബെസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ. അപ്പൊ ഫോൾഡബിൾ ഫ്ലിപ്പ് ഈ പ്രാവശ്യം 2 സ്മാർട്ട് ഫോൺ എനിക്ക് ആദ്യം നോമിനേറ്റ് ചെയ്ത് ചോദിച്ചുള്ളൂ. സാംസങ് ഗാലക്സി C Flip 6, പിന്നെ മോട്ടോറോള റേസർ 40 അൾട്രയും. അപ്പൊ ഈ 2 സ്മാർട്ട് ഫോൺസും നല്ല സ്മാർട്ട് ഫോൺസ് തന്നെയാണ്, വേറെ ഒന്നും പറയില്ല. അപ്പോ ഇതിനകത്ത് വിന്നർ നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് എന്താ പറയാ സാംസങ് ഗാലക്സി C Flip 6 തന്നെയാണ് ഇതിനകത്തുള്ള വിന്നർ. അപ്പൊ വേറെ സ്മാർട്ട് ഫോൺസ് അങ്ങനെ കോമ്പറ്റീഷൻ അയച്ചില്ലാത്തതുകൊണ്ടാണ് സാംസങ് തന്നെയായിരിക്കും എപ്പോഴും അവരാണ് ഫസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 6 ആണ് ബെസ്റ്റ് ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ ഓഫ് 2024 വിന്നർ. അടുത്ത നമ്മള് ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ. അപ്പൊ അതിനകത്ത് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി C Fold 6 ഉണ്ട്, OnePlus ഓപ്പൺ ഉണ്ട്, Vivo S Fold 3 Pro ഉണ്ട്, പിന്നെ Oppo Find N3 ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് സാംസങ് ഗാലക്സി C Fold 6 ആണ്, പക്ഷെ Vivo X Fold 3 Pro എന്നെ ഞെട്ടിച്ചു. സത്യം പറയാണല്ലോ, ഞാൻ എന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്പെസിഫിക്കേഷൻ അതിന് വേണ്ടി ഞാൻ ലിങ്ക് കൊടുക്കാം. അതിന്റെ ഹിഞ്ചൊക്കെ ഭയങ്കര മിനിമൽ ആയിരുന്നു. അത് മാത്രല്ല കൂടുതൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് കുറച്ചും കൂടി കൂടുതൽ തോന്നിയത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന Vivo X Fold 3 Pro ആണ് ബെസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഓഫ് 2024. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ചില സ്മാർട്ട് ഫോൺസ് ഇത് ഇന്ത്യയിൽ ഇറങ്ങാത്തായിരിക്കും, ചില സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഇറങ്ങിയതായിരിക്കും. അപ്പം അത് നിങ്ങൾ കൂട്ടണ്ട, ഞാൻ ഓവറോൾ ആണ് കൂട്ടുന്നത്. ഇന്ത്യയിൽ ഇറങ്ങാത്ത സ്മാർട്ട് ഫോൺസ് ആണ് ഗ്ലോബൽ ആയിട്ടാണ് കൂട്ടുന്നത്. അടുത്ത നമ്മളെല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്ന കാറ്റഗറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024. അതിനകത്ത് നോമിനീസ് ആയിട്ട് വന്നിരിക്കുന്നത് iPhone 16 Pro, സാംസങ് ഗാലക്സി S24 Ultra, Xiaomi 14 Ultra, Vivo X200 Pro, IQ 13. അപ്പം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024 goes to one and only Vivo X200 Pro. നിങ്ങൾ എല്ലാ ആൾക്കാരും കുറെ കമന്റ്സ് അറിയുന്ന മുമ്പ് വെയിറ്റ് ചെയ്യും. അയച്ചാൽ iPhone 16 Pro ആരായിരിക്കും ഒരുവിധം എല്ലാം സെയിം ആണ്. 15, 14 ഒക്കെ വെച്ച് നോക്കാൻ ചിപ്സെറ്റിൽ ഇമ്പ്രൂവ്മെന്റ്, ക്യാമറ ഇച്ചിരി അങ്ങോട്ട് ഇമ്പ്രൂവ്മെന്റ്, അല്ലാണ്ട് വേറെ അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്. പിന്നെ S24 Ultra, S23 Ultraന്റെ അതേപോലെ തന്നെയാണ്, കുറച്ച് AI ഫീച്ചേഴ്സ് വന്നതല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ Xiaomi 14 Ultra നല്ല കണ്ടന്റർ ആയിരുന്നു, നോമിനി ആയിരുന്നു. Vivo S200 Proന്റെ ക്യാമറ ദാറ്റ് വാസ് ദ ബെസ്റ്റ്. അതിനെ തോപ്പിക്കാൻ വേറെ ആർക്കും എത്തിയില്ല, കാരണം അത്ര അടിപൊളി ക്യാമറ ആയിരുന്നു. പിന്നെ അവരെ MediaTek Dimensity 9400 ആയിരുന്നു അവരുടെ ചിപ്സെറ്റ്, അത് മാത്രം ഒരു കുഴപ്പമുണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ യൂസ് ചെയ്യായിരുന്നു. ബാക്കി ഡിസ്പ്ലേ എല്ലാം ഹൈ റെസൊല്യൂഷൻ ആണ്, ക്യാമറ, IP റേറ്റിംഗ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം Vivo S200 Pro ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024 അവാർഡാണ് Vivo S200 Pro കിട്ടിയിരിക്കുന്നത്. ഗൈസ് അപ്പൊ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ. ഗൈസ് അപ്പം എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024
വിവോ S200 Pro ഒക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇത്രയും നമ്മൾ എന്താ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.